ഫ്രീഡം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഫ്രീഡം ലൈഫിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ലൈറ്റ് വെയ്റ്റ് ഈസി ഫോൾഡബിൾ ആയിട്ടുള്ള മോട്ടറൈസ്ഡ് വീൽ ചെയറാണ്. ഈ വീൽ ചെയറിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിമിൽ ചെയ്തിട്ടുള്ള ഈ വീൽ ചെയർ എങ്ങനെയാണ് ഉപയോഗിക്കുക, എങ്ങനെയാണ് ഇത് ഫോൾഡ് ചെയ്യുക, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം, എത്രയാണ് അതിൻ്റെ വാറണ്ടി, എങ്ങനെയാണ് ഇതിൻ്റെ സർവീസ് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എസ്ലെ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീൽ ചെയറിൻ്റെ 2 ആംറസ്റ്റും നമുക്ക് ഈസി ആയിട്ട് ബാക്കിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ആ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിലേക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ആംറസ്റ്റ് നമുക്ക് ഇവിടെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതേപോലെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഫ്ലിപ്പ് വെച്ചാൽ നമുക്ക് മറ്റുള്ള വാഹനങ്ങൾക്ക് കയറാനും അതുപോലെ തന്നെ ബെഡിലേക്ക് മാറാനും ബാത്റൂമിലേക്ക് പോകാനൊക്കെ ഈസി ആയിട്ട് പറ്റും. ഇങ്ങനെ മാറ്റുക, സൈഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിനായിട്ട് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള 2 ആംറസ്റ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആംറസ്റ്റിൽ പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിങ്ങനെ ബാക്കിലേക്ക് ഓവറായിട്ട് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങോട്ട് മടങ്ങാനായിട്ടൊരു പ്രയാസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ പിടിച്ചിട്ട് ഒന്നും കൂടെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ലോക്കായത് മാറി കിട്ടും. ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇതിനും അതിവിടെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് ലോക്ക് ചെയ്യാം. അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 സ്മൂത്തായിട്ടുള്ള ആംറസ്റ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആംറസ്റ്റിൻ്റെ കുഷ്യൻ നല്ല ഷേപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കൈ ഇങ്ങനെ സുഖമായിട്ട് വെച്ചിട്ട് നമുക്ക് ജോയ്സ്റ്റിക്കിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈസി ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ 2 കൈയിൻ്റെ ആംറസ്റ്റിൻ്റെ കുഷ്യൻസും നല്ല ഷേപ്പിൽ ആണ് കൊടുത്തിട്ടുള്ളത്. സുഖമായിട്ട് നമുക്ക് കൈകൾ ഇതിൽ വെക്കാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് 2 ആംറസ്റ്റും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീൽ ചെയറിൻ്റെ കുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടുള്ള ഫോമിൽ വരുന്ന നല്ല സ്മൂത്തായിട്ടുള്ള കുഷ്യനാണ്. നല്ലൊരു കവർ കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഇഞ്ച് കനത്തിലാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 18 ഇഞ്ചോളം വീതി ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് റെസ്റ്റ് കുഷ്യൻ നല്ല സ്മൂത്തായിട്ടുള്ള ക്ലോത്തിൽ കൊടുത്തിട്ടൊരു കുഷ്യനാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. എല്ലാ വീൽ ചെയറിലും വരുന്ന പോലെ തന്നെ നോർമൽ സീറ്റ് ബെൽറ്റ് ഇതിൽ വരുന്നുണ്ട്. ഈ കുഷ്യൻ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെൽക്രൂ വെച്ചിട്ട് ഫിറ്റ് ചെയ്താണ്. ആവശ്യമില്ലാത്ത സമയത്ത്, ഇപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് ചുരുങ്ങി കിട്ടാനോ അല്ലെങ്കിൽ കഴുകാൻ വൃത്തിയാക്കാനൊക്കെ വേണ്ടിയിട്ട് ദൂരെ എടുക്കാൻ പറ്റും. ഇവിടെ വെൽക്രൂ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലും വെൽക്രൂ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ സിപ്പാണ്. ഈ സിപ്പ് ഊരിക്കഴിഞ്ഞാൽ ഈ ഫോം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുത്തിട്ട് ഇത് കഴുകി വൃത്തിയാക്കാനൊക്കെ പറ്റുന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അടിയിൽ വരുന്ന ഈ ക്ലോത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിയിൽ ബെൽറ്റാണ് കൊടുത്തിട്ടുള്ളത്. ആ ബെൽറ്റ് ഊരി മാറ്റി കഴിഞ്ഞാൽ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മളെ ബാക്ക് റെസ്റ്റിൻ്റെ കുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടുള്ള ക്ലോത്തിലാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിൽ നിന്ന് റിലീസ് ചെയ്തെടുത്തിട്ട് ബാക്കിൽ വെൽക്രൂ ആണ് കൊടുത്തിട്ടുള്ളത്. ആ വെൽക്രൂ ഊരി കഴിഞ്ഞാൽ നമുക്ക് റിലീസ് ചെയ്തെടുക്കാം. റിലീസ് ചെയ്തെടുത്തിട്ട് കഴുകാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ബാക്ക് റെസ്റ്റിൻ്റെ കുഷ്യനും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീൽ ചെയറിൻ്റെ എല്ലാ സംഭവങ്ങളും റിമൂവ് ചെയ്തിട്ട് വൃത്തിയാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അറ്റാച്ച് ചെയ്യാനും പറ്റും. ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വീതിയുള്ള ഭാഗം മുന്നിലേക്കാണ് വരിക, കുറച്ച് വീതി കുറഞ്ഞ ഭാഗം ബാക്കിലേക്കാണ് പോവുക. അപ്പോൾ അങ്ങനെ ഫിറ്റ് ചെയ്താൽ മാത്രമാണ് കറക്റ്റ് അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ ഇവിടെ വെക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള 2 കുഷ്യനാണ് എസ്ലെ ക്ലാസിക് എന്ന് പറഞ്ഞ മോഡലിൽ വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ എസ്ലെ ക്ലാസിക്കിൻ്റെ ഫ്രണ്ട് വീൽ എന്ന് പറഞ്ഞാൽ 8 ഇഞ്ച് ഫില്ലഡ് വീലാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. നല്ല ഗ്രിപ്പുള്ള ക്വാളിറ്റി ഉള്ള വീലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രെയിം എന്ന് പറഞ്ഞ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ളത് എയർക്രാഫ്റ്റ് അലുമിനിയാണ്. ഒരിക്കലും പൊട്ടിപ്പോവാത്ത രൂപത്തിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള എയർക്രാഫ്റ്റ് അലുമിനിയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് വീലും സസ്പെൻഷൻ വന്നിട്ടുണ്ട്. നമുക്ക് കുണ്ടിലും കുഴിയിലൊക്കെ ചാടുമ്പം കുണ്ടിലും കുഴിയിലൊക്കെ പോകുമ്പം ചെറിയൊരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 വീലിനും ഫ്രണ്ട് വീലിനും സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇത് ഡിസൈൻ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം കുറച്ചിങ്ങനെ വൈഡായിട്ടാണ് ഇതിൻ്റെ വീൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം നല്ല ഓഫ് റോഡ് ടൈപ്പിലൊക്കെ ഇത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഒരിക്കലും മറിയാൻ ചാൻസ് ഇല്ല. ആ ഒരു രൂപത്തിലാണ് ഇതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഫൂട്ട് റെസ്റ്റ് നമുക്ക് ഫ്ലിപ്പബിൾ ആണ്. ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നിലിപ്പോൾ നടക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഫൂട്ട് റെസ്റ്റ് താഴ്ന്ന് കിടക്കുകയാണെങ്കിൽ വന്ന് ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഫൂട്ട് റെസ്റ്റ് ജസ്റ്റ് നമുക്ക് മുകളിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇതുവരെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൾക്ക് ഇതിൽ ഇരുന്നതിൻ്റെ ശേഷം കാല് പൊക്കിയതിൻ്റെ ശേഷം ഫൂട്ട് റെസ്റ്റ് ഇങ്ങനെ
താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇതിലേക്ക് വന്ന് കയറാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ബാക്ക് വീല് വരുന്നത് 12 ഇഞ്ച് ഫില്ലർ ടയറാണ്. അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് അലോയ് വീലാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നല്ല ഗ്രിപ്പുള്ള ഫില്ലഡ് വീലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എയർ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല, ഒരിക്കലും പഞ്ചർ ആവുന്ന പ്രശ്നം വരുന്നില്ല. ധൈര്യമായിട്ട് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ഇത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു മഡ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ വെച്ചാൽ പൊടിയും ചെളിയൊക്കെ മുകളിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലാസ്റ്റിക്കിന്റെ മഡ് ഗാർഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രേ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. കുഷനും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആണ്, ഫ്രെയിം ഗ്രേ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് അലുമിനിയം, നല്ല ക്വാളിറ്റി ഉള്ള അലുമിനിയാണ്. അതുപോലെ ഇതിൻ്റെ ഫ്രെയിം നോക്കിയാൽ നമുക്കറിയാം കുറച്ച് വീതിയുള്ള ഒരു ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ വീൽ ചെയർ ഏകദേശം 130 കിലോ വെയിറ്റ് കപ്പാസിറ്റി ഉണ്ട്. 130 കിലോ മുതൽ 150 കിലോ വരെയാണ് കമ്പനി പറയുന്നത്. എന്തായാലും ഒരു 130 കിലോ കപ്പാസിറ്റി വീൽ ചെയർ ഉണ്ട്, കാരണം അത്രയും വീതിയും ഇത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉള്ള ആൾക്കാരൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രെയിം കുറച്ച് വീതിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫ്രെയിമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീൽ ചെയറിൻ്റെ ബാക്കിലേക്ക് വരുമ്പം ഇവിടെ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് മാനുവൽ മോഡലാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകാൻ പറ്റുന്ന മോഡലാണ്. കാരണം എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഇപ്പോൾ മാനുവൽ മോഡലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബൈസ്റ്റാൻഡർക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഇവിടെ പിടുത്തത്തിന് വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കുഷൻ ഇതിലൂടെ മടക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് ഫില്ല് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ക്ലോത്ത് ഇവിടെ വെച്ചിട്ട് ഫില്ല് ചെയ്യാനും പറ്റും. ഈ കുഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ മറിച്ചിവിടെ കൊടുത്ത് ഒട്ടിച്ചാൽ ഇവിടെ ഫില്ലായി കിട്ടും. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പം 2 മോട്ടറുകൾ 250 വാട്ട്സിൻ്റെ 2 മോട്ടറാണ് വരുന്നത്. BLDC മോട്ടറാണ്. അതിനോടൊപ്പം തന്നെ ഇലക്ട്രിക് മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാനുവൽ മോഡിലേക്കും മോട്ടോർ മോഡിലേക്കും മാറ്റുന്ന ലിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ മുകളിലേക്കും താഴേക്കും ആക്കുകയാണ് ചെയ്യുക. അപ്പം നമുക്കിത് മോട്ടോർ മോഡിലേക്കും മാനുവൽ മോഡിലേക്കും മാറിയിട്ട് വരും. അതുപോലെ തന്നെ ആൻറ്റി ടിപ്പർ 2 കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബാക്കിലേക്ക് നീണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് പിന്നെ മടക്കുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. ആ സ്ക്രൂ വലിച്ചിട്ട് അകത്തേക്ക് നീക്കി വെക്കാം. അപ്പം ആൻറ്റി ടിപ്പർ ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീൽ ചെയർ ഇങ്ങനെ ചെരുവിലൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മറിയാണെങ്കിലും ഇതിങ്ങനെ ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യും, ഇതേപോലെ നിൽക്കും, ബാക്കിലേക്ക് മറിയൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആൻറ്റി ടിപ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഔട്ട്ഡോറിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഇത് വീൽ ചെയർ ഔട്ട്ഡോറിലൊക്കെ എപ്പോൾ യൂസ് ചെയ്യുമ്പോഴും ആൻറ്റി ടിപ്പർ ഇതുപോലെ നന്നായിട്ട് പുറത്തേക്ക് വലിച്ചു വെച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മളെ ബാറ്ററി ഇതിൻ്റെ അടിവശത്താണ് വരുന്നത്. നമുക്ക് റിലീസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ബാറ്ററിയാണ്. 12 H ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്ലൈറ്റിലൊക്കെ അലൗഡ് ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് യാത്രാവേളകളിൽ ഫ്ലൈറ്റിലൊക്കെ കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ചാർജിൽ 10 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെ ഓടിക്കുക എന്നുള്ളതാണ് കമ്പനി ഇതിന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അതുപോലെ എസ്ലെ ക്ലാസ്സിൽ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇപ്പോൾ ഇത് പിന്നെ കുറച്ച് നീളം കൂടിയ ആളുകൾ, നന്നായിട്ട് ഹൈറ്റുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ബാക്ക് റെസ്റ്റ് കുറച്ച് ചെറുതായിട്ട് നമുക്ക് തോന്നും. അപ്പം നമുക്ക് അതിനെന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്ക് റെസ്റ്റ് കുഷൻ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഊരി മാറ്റാം. ഇതേപോലെ വെൽക്രോ നമുക്ക് എന്ത് ചെയ്യാം, വലിച്ചിങ്ങനെ ഊരി മാറ്റിയതിന് ശേഷം ഇതിങ്ങനെ ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ കാണുന്ന ഈ പീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സ്ക്രൂ ലൂസാക്കിയതിന് ശേഷം ഇവിടെ 2 സ്ക്രൂ വരുന്നുണ്ട്. ഈ സൈഡിലും ഒരു സ്ക്രൂ വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ലൂസാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ മുകളിലേക്ക് നീളം കൂട്ടാൻ പറ്റും. ഇത് ജസ്റ്റ് ഇത്രയും നീളം കൂട്ടി വെക്കാൻ പറ്റും. കണ്ടോ, ഇത്രയും നീളം കൂട്ടിയതിന് ശേഷം ഇത് തിരിച്ച് മുറുക്കി കഴിഞ്ഞാൽ ഇത്ര നീളം നമുക്കിങ്ങനെ തട്ടി മുകളിലേക്ക് കൊടുന്നതിന് ശേഷം ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തിരിച്ച് വീണ്ടും മുറുക്കി കഴിഞ്ഞാൽ നല്ല നീളമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഇരിക്കാൻ പറ്റും. ഇങ്ങനെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, വീണ്ടും നമ്മളെ കുഷ്യൻ കൊടുത്തിട്ട് ഇവിടെ ജസ്റ്റ് സ്ട്രാപ്പ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് തന്നെ ഈ സ്ക്രൂ ലൂസാക്കി കഴിഞ്ഞാൽ അടിയിലേക്ക് ഇങ്ങനെ തട്ടി കൊടുത്താൽ നേരെ അടിയിലേക്ക് തന്നെ പോകും. അപ്പോൾ തന്നെ ഈ ബാക്ക് റെസ്റ്റ് നമുക്ക് ഈ 2 സ്ക്രൂവും റിലീസ് ചെയ്തിട്ട് നമ്മളുടെ ഈ കുഷ്യൻ അങ്ങോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഈ പീസ് ഫുള്ളായിട്ട് ഇന്ന് റിലീസ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇത് വണ്ടിയിലോ കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സമൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് സ്പേസോ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ സാധനം നമുക്ക് ഇന്ന് റിലീസ് ചെയ്തെടുത്തിട്ടും ഇത് ഫോൾഡ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത്
വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലിരിക്കുന്ന ആൾക്കൊരു ചെറിയ തോന്നുകയാണെങ്കിൽ ഇത് ജസ്റ്റ് എന്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ബാക്ക് റെസ്റ്റിൻ്റെ കുഷ്യൻ ഊരെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ വെൽക്രോ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ബാക്കിലേക്ക് എത്തുന്ന പോലെ ഇതേപോലെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഈ കുഷ്യൻ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫില്ല് ചെയ്തിട്ട് ചാരിക്കുന്ന രൂപത്തിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതെല്ലാം സെപ്പറേറ്റ് കുഷ്യൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആ ബാക്ക് റെസ്റ്റിൻ്റെ കുഷ്യൻ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഫില്ലായിട്ട് കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതേപോലെ ഫില്ലായിട്ട് കാണാൻ പറ്റും. ഇത് ആവശ്യമുള്ളവർക്ക് മാത്രമാണ് ചെയ്യേണ്ടത്. ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇത് മറ്റു രൂപത്തിന് ഒട്ടിക്കുകയാണ് നല്ലത്. കാരണം നാടിയിൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ഒട്ടിച്ച പോലെ ഒട്ടിക്കുകയാണ് നല്ലത്. എന്നിട്ട് ഇങ്ങോട്ട് ചെറിയൊരു ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് കുഷ്യൻ അടിച്ചുണ്ടാക്കി ഇട്ടാലും വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എസ്ലെ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീൽ ചെയർ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്ത് നമുക്കൊരു ക്യാരി ബാഗ് പോലെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നൊരു മോഡലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്കൊന്ന് വരാം. ബാക്കിൽ ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് എന്ന് പറഞ്ഞാൽ വീൽ ചെയർ ഓടുമ്പോൾ എപ്പോഴും ഇത് ലോക്കായിരിക്കണം. ഇത് ഓട്ടോമാറ്റിക് ലോക്കാവുന്ന സാധനമാണ്. ഇതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് വലിച്ചാൽ മാത്രമേ അത് റിലീസാവുള്ളൂ. ഉണ്ടോ, എന്നിട്ട് നമ്മളിത് ഓടിക്കുന്ന സമയത്ത് എപ്പോഴും ഇതൊന്നിങ്ങനെ തട്ടി കൊടുക്കണം. കാരണം സൗണ്ട് വന്ന അവിടെ ലോക്കായാൽ മാത്രമേ ഉള്ളൂ ഇത് കറക്റ്റ്ലി ലോക്കാവും. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ റിലീസ് ചെയ്യുക. റിലീസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വീൽ ചെയർ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ജസ്റ്റ് നമ്മളുടെ ബാക്ക് റെസ്റ്റിൽ പിടിച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഫോൾഡ് ചെയ്യാം. ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന വീൽ ചെയർ ആണ്. ഫോൾഡ് ചെയ്താൽ ഈ ഒരു രൂപത്തിൽ നമുക്ക് കാറിൻ്റെ ഡിക്കിലൊക്കെ സുഖമായിട്ട് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് കാറിൻ്റെ ഡിക്കിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതുപോലെ തന്നെ ഇതിൽ കുറേ വീലുകൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റുന്ന രൂപത്തിലാണ്. അതിനോടൊപ്പം ഇതിൻ്റെ ബാക്ക് റെസ്റ്റ് ഉണ്ടല്ലോ, ഈ ബാക്ക് റെസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂറ്റി ആയിട്ട് വരുന്ന ഈ ഫ്രെയിമിൽ 2 വീല് കൊടുത്തിട്ടുണ്ട്. ഈ വീലിലാണ് ഇത് നമുക്ക് ക്യാരി ബാഗ് പോലെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റുക. അപ്പോൾ സുഖമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മടക്കി കഴിഞ്ഞാൽ വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻറ്റി ടിപ്പർ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഒന്ന് ഉള്ളിലേക്ക് കയറ്റിയേക്കുക. അതിനായിട്ട് ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്. ഈ ബോൾട്ട് ജസ്റ്റ് ഇങ്ങനെ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് തള്ളാൻ പറ്റും. അങ്ങനെയാണ് അത് റിലീസ് ചെയ്യുക. അതുപോലെ പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ പ്ലഗും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. എന്തെങ്കിലും പിന്നെ വാറണ്ടി പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ റിലീസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ജോയ്സ്റ്റിക്ക് നമ്മൾ അയച്ചു കൊടുക്കുക. ഈ കാണുന്നതാണ് ഇതിൻ്റെ ലെഫ്റ്റ് മോട്ടറും റൈറ്റ് മോട്ടറും അതിലേക്ക് പോകുന്ന കണക്ഷൻസ് ആണ് ഈ വരുന്നത്. അപ്പോൾ അതൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കുക. ഇതൊക്കെ ഇങ്ങനെ ടാഗ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ക്ലിയർ ആയിട്ട് വൃത്തിയായിട്ട് ഇവിടെ വൃത്തിയായിട്ടിരിക്കുന്ന രൂപത്തിൽ എപ്പോഴും ഒന്ന് പൊടിയൊക്കെ തട്ടി കൊടുക്കുക. അതുപോലെ ഇവിടെ 2 സ്പ്രിങ് വരുന്നുണ്ട്. ഇത് നമ്മൾ ഈ ലോക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ വീൽ ചെയർ നമ്മൾ എന്ത് ചെയ്യാണ്, ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം നിവർത്തി നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളെ ബാക്ക് റെസ്റ്റിൽ നമ്മൾ പിടിക്കുക. എന്നിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നിർത്താനായിട്ട് പറ്റും. ഇത് തട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് മറ്റേ നമ്മളെ ലോക്ക് ഉണ്ടല്ലോ, അത് ലോക്കാകുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. കേട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ടെക് എന്ന് പറഞ്ഞിട്ട് ലോക്കാവും. അതിനോടൊപ്പം തന്നെ നമ്മളെ ഫൂട്ട് റെസ്റ്റ് എന്ത് ചെയ്യുക, നിർത്തി വെക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാനും ഈസി ആയിട്ട് നിവർത്താനും പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ആർക്കും സുഖമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. എസ്ലെ ക്ലാസിക്കിൻ്റെ ജോയ്സ്റ്റിക്കിനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. എല്ലാ വീൽ ചെയറിലും വരുന്ന പോലെ തന്നെ ഒരു നോർമലായിട്ടുള്ള വീൽ ചെയർ ജോയ്സ്റ്റിക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡിലേക്ക് വേണമെങ്കിൽ വെക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഇവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഊരാൻ കിട്ടും. ഇതേപോലെ സ്ക്രൂ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് റിലീസ് ചെയ്തിട്ട് വേണമെങ്കിൽ ആ കൈയിലേക്ക്, ഇപ്പോൾ ഈ കൈക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഇടത്തെ കൈയിലേക്കും ഇത് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഇവിടെ ഹോളാണ്, ആ ഹോളിലേക്ക് കയറ്റി വെക്കുക. അതിന് ശേഷം ഇവിടെ ഈ സ്ക്രൂ ടൈറ്റായി കൊടുക്കുകയാണ് ചെയ്യുക. ഈ കാണുന്നതാണ് ജോയ്സ്റ്റിക്കിൻ്റെ ബട്ടൺസ്. ഇതാണ് ഇതിൻ്റെ കൺട്രോളർ. ഇത് എങ്ങോട്ടാണോ നമ്മൾ നീക്കുന്നത് ഒരു വിരലുകൊണ്ട്, അപ്പോൾ അങ്ങോട്ട് വീൽ ചെയർ മൂവ് ചെയ്യുന്നുള്ളതാണ്. നേരെ ഫ്രണ്ടിലേക്കാണെങ്കിൽ ഫ്രണ്ടിലേക്ക്, ബാക്കിലേക്കാണെങ്കിൽ ബാക്കിലേക്ക്. അതുപോലെ സൈഡിലേക്കാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഈ സൈഡിലേക്ക് ഇങ്ങനെ കൊടുക്കരുത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വീൽ ചെയർ മൂവ് ആകത്തില്ല. ജസ്റ്റ് ഒരു കോർണറിലേക്ക് കണ്ടോ, ഈ രൂപത്തിലൊരു കോർണറിലേക്കാണ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത്. ഇങ്ങനെ ഈ രൂപത്തിലാണ് കൊടുക്കേണ്ടത്. നേരെ സൈഡിലേക്ക് കൊടുത്താൽ അവിടെ ഇതിൻ്റെ കൺട്രോളർ ഉണ്ടാകത്തില്ല. അപ്പോൾ അത് കറക്റ്റ് നോക്കിയിട്ട് ചെയ്യുക. ഇത് നമ്മളിതിൻ്റെ പവർ ഓൺ ആക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് പവർ ബട്ടൺ. ഇതിങ്ങനെ ഓൺ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ചാർജിൻ്റെ സിഗ്നലാണ്. അതിൽ 2 ഗ്രീൻ ഉണ്ട്, 2 യെല്ലോ ഉണ്ട്, ഒരു റെഡും ഉണ്ട്.
അപ്പോൾ ചിലതിലത് ഒരു റെഡും ബാക്കിയെല്ലാം ഗ്രീനും ആയിരിക്കും. അപ്പോൾ എന്തായാലും ഫുൾ ചാർജ് ആണെങ്കിൽ ഇത്രയും ഉണ്ടാവും. ഒന്നുകിൽ ഫുള്ള് ഗ്രീനായിരിക്കും, അല്ലെങ്കിൽ 2 യെല്ലോയും 2 ഗ്രീനും ആയിരിക്കും. ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ തീർന്നു തുടങ്ങും. അങ്ങനെ റെഡ് LED മാത്രമാകുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ചാർജിങ്ങിന് വേണ്ടി കുത്തി വെക്കേണ്ടത്. പിന്നീട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചാർജ് ചെയ്യാം. പിന്നെ ഈ കാണുന്നത് ഹോണാണ്, ചെറിയൊരു സൗണ്ടുള്ള ഹോൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ മൈനസും പ്ലസും, ഇത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് 5 മോഡ് സ്പീഡ് ഉണ്ടാവും. ഇത് ഫുള്ളിലാണ്. ഇങ്ങനെ മൈനസ് ചെയ്യുമ്പം 1, 2, 3, 4, 5 മോഡ് സ്പീഡ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ ഓടിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു സ്പീഡിലിട്ട് ഓടിക്കുക. പിന്നെ ഇങ്ങനെ നമുക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ സ്പീഡ് മോഡ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം ഓൺ ആയിരിക്കുകയാണെങ്കിൽ ഈ കൺട്രോളർ നമുക്കൊരു വിരൽ ഉപയോഗിച്ചിട്ട് മുന്നിലേക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മുന്നിലേക്ക് പോകും, ബാക്കിലേക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകും, സൈഡിലേക്കാണെങ്കിൽ ആ സൈഡിലേക്ക് കൊടുക്കുക, ഈ സൈഡിലേക്കാണെങ്കിൽ ഈ സൈഡിലേക്ക്, അങ്ങനെ ഏത് സൈഡിലേക്കാണോ വെച്ചാൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഇതിൽ കൈ എടുത്തു കഴിഞ്ഞാൽ വീൽ ചെയർ ഓട്ടോമാറ്റിക്കലി ബ്രേക്കായിട്ട് ഇവിടെ നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാഗ്നറ്റിക് ബ്രേക്ക് ആകുന്ന ഒരു ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ള വീൽ ചെയർ ആണ്. അത് കൈ ജോയിസ്റ്റിക്ക് നമ്മൾ കൺട്രോളിൽ നിന്ന് വീൽ ചെയർ പോവുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ജോയിസ്റ്റിക്കിൽ നിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ വീൽ ചെയർ അവിടെ സ്റ്റോപ്പ് ആവും. അതിനോടൊപ്പം തന്നെ ഈ വീൽ ചെയർ നമുക്ക് റിമോട്ട് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. റിമോട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടാവത്തില്ല, നമ്മൾ വേണമെങ്കിൽ എക്സ്ട്രാ വാങ്ങിക്കണം. ഇത് ഓപ്ഷനിലാണ്, വേണ്ട ആൾക്കാർക്ക് മാത്രമാണ് ഇത് വാങ്ങിക്കേണ്ടത്. കൈക്ക് തീരെ പവറില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർമാരായിട്ടുള്ള ആളുകൾ, കൺട്രോൾ ചെയ്യേണ്ട ആളുകൾ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെയാണ് റിമോട്ട് വാങ്ങിക്കേണ്ടത്. റിമോട്ട് വാങ്ങിച്ച് നമുക്ക് ഈ വീൽ ചെയറിൻ്റെ മുകളിൽ ഇത് പെയർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് പെയർ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ജോയിസ്റ്റിക്ക് പെയർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മളുടെ ജോയിസ്റ്റിക്കിൻ്റെ പവർ ഓൺ ചെയ്യുക. എന്നിട്ട് ജോയിസ്റ്റിക്കിൻ്റെ സ്പീഡ് മൈനസും പ്ലസും ചെയ്യണം. മൈനസ് ബട്ടൺ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഈ ലൈറ്റ് സെൻറ്ററിലേക്ക് വരുമ്പോൾ ഹോൺ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജോയിസ്റ്റിക് റിമോട്ടിൻ്റെ പവർ ബട്ടൺ ഇതേപോലെ ഓൺ ആക്കുമ്പോൾ റെഡ് വന്ന് ഗ്രീൻ ആവും. എന്നിട്ട് നമ്മൾ ഈ ഡൗൺ ബട്ടൺ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ആ ലൈറ്റ് സ്റ്റേബിൾ ആവും. സ്റ്റേബിൾ ആയതിൻ്റെ ശേഷം നമ്മളെ ജോയിസ്റ്റിക്കിലേക്ക് വരിക. എന്നിട്ട് ഇത് പവർ ഓഫ് ആവും. ഓട്ടോമാറ്റിക്കലി ജോയിസ്റ്റിക്ക് പവർ ഓഫ് ആവും. പവർ ഓഫായി കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അത് പെയർ ആയിട്ടുണ്ടാവും. ഇതേപോലെ നമ്മളുടെ റിമോട്ടിലേക്ക് പെയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിമോട്ടിൽ ഇതേപോലെ നമ്മൾ ഈ ജോയിസ്റ്റിക്കിൽ എന്തൊക്കെ ചെയ്തോ അതൊക്കെ നമുക്ക് ഈ റിമോട്ടിൽ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതേപോലെ റിമോട്ടിൽ ചെയ്യാൻ പറ്റും. ഇതൊരു 30 മീറ്ററൊക്കെ മാറി നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. കണ്ടോ, ഇതേപോലെ ഏത് വശത്തേക്ക് വേണമെങ്കിലും റിമോട്ടിൽ നമുക്കിത് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ബാക്കിലേക്കാണെങ്കിൽ ബാക്കിലേക്ക്, ഫ്രണ്ടിലേക്കാണെങ്കിൽ ഫ്രണ്ടിലേക്ക്, സൈഡിലേക്ക്. അപ്പോൾ ഈ ജോയിസ്റ്റിക്കിൽ എന്തൊക്കെ ചെയ്തോ അതൊക്കെ നമുക്ക് ഈ റിമോട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഞാൻ കുറച്ച് ദൂരം ഇതൊന്ന് ഓടിച്ച് നോക്കാം നമുക്ക് റിമോട്ട് വെച്ചിട്ട്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ റിമോട്ട് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് ആളിരുത്തിക്കൊണ്ട്, ഇപ്പം കൈകൾക്കൊക്കെ തീരെ ബലമില്ലാത്ത ആളുകളാണെങ്കിൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓടിച്ചുകൊണ്ട് ഒരു 30 മീറ്ററൊക്കെ മാറി നിന്നിട്ടും റിമോട്ട് ഉപയോഗിച്ച് നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ റിമോട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നതല്ല, ഓപ്ഷനിലാണ്. വേണമെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീൽ ചെയർ അതിൻ്റെ കൂടെ റിമോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് അയച്ചു തരും. അപ്പോൾ ഓപ്ഷനിലാണ്, വേണ്ട ആൾക്കാർ മാത്രം ചോദിച്ചിട്ട് വാങ്ങിക്കുക. നമ്മളെ വീൽ ചെയറിൻ്റെ ബാറ്ററി വരുന്നത് ഇതിൻ്റെ അടിവശത്താണ്. ഈ കാണുന്നതാണ് ബാറ്ററി. നമ്മളുടെ ജോയിസ്റ്റിക്കിൽ നിന്ന് ഇങ്ങനെ പോയിട്ടുള്ള വയർ ഇവിടെ ജസ്റ്റ് സ്ക്രൂ ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ ഈ കാണുന്ന സ്ക്രൂ ലൂസായി കഴിഞ്ഞാൽ ഈ വയർ നമുക്ക് ഊരിയെടുക്കാനായിട്ട് കിട്ടും. കണ്ടോ, ഇത് ജസ്റ്റ് നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കണം. ഇത് ലൂസായി കഴിഞ്ഞാൽ വീൽ ചെയർ ഓടുന്നതിൽ പ്രശ്നങ്ങൾ വരും, ലൂസ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ. അതിൻ്റെ നേരെ മേളിൽ തന്നെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. കണ്ടോ, ഇവിടെ ഒരു പിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ ബാറ്ററി കേട്ടോ. ഏകദേശം ഒരു 2 കിലോ 2.5 കിലോ ഭാരമാണ് ഇതിനുണ്ടാവുക. ലിഥിയം അയൺ ബാറ്ററി എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ സോക്കറ്റുകളാണ്. ഇതാണ് നമ്മളുടെ ജോയിസ്റ്റിക്കിലേക്ക് പവർ കൊടുക്കുന്ന സോക്കറ്റ്. ഇതിൽ കറക്റ്റ് കൊടുത്തിട്ട് അത് ത്രെഡ് തിരിച്ച് മുറുക്കുകയാണ് ചെയ്യുക. അതുപോലെ ഇത് ചാർജിങ് പോയിൻ്റാണ്. ഇതിലേക്കാണ് നമ്മളെ ചാർജർ. ഇതാണ് ഇതിൻ്റെ ചാർജറിൻ്റെ പിന്ന് റൗണ്ട് പിന്നാണ് വരിക. കറക്റ്റ് ആ പിന്ന് നോക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ അമർത്തിയിട്ട് കുത്തി വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഇത് പ്ലഗ് ചെയ്യുമ്പം, ഇത് ജസ്റ്റ് പ്ലഗ് ചെയ്യുമ്പം ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. ഈ ഇൻഡിക്കേഷൻ മഞ്ഞയായിരിക്കും. അത് പച്ചയാവുന്നവരെയാണ് നമ്മൾ ഫുൾ ചാർജിനായിട്ട് കുത്തിവെക്കുക. ഒരു 5-6 മണിക്കൂറൊക്കെയാണ് ഈ ബാറ്ററി ഫുൾ ചാർജ് ആവാനായിട്ട് സമയമെടുക്കുക. അപ്പോൾ നമ്മൾ ബാറ്ററി നേരത്തെ നമ്മൾ
അതൊന്ന് ഊരിയെടുത്തു. അതേപോലെ തന്നെ നമ്മളെന്താ ചെയ്യാണ്, അതിലേക്ക് തിരിച്ചു വെക്കുകയാണ്. ഈ കാണുന്ന ക്ലിപ്പിൽ കൊണ്ടുപോയിട്ട് അടിയിലൂടെ കൊണ്ടുപോയിട്ട് ഇതേപോലെ ആ ചാനൽ കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് കയറ്റി വെക്കുക. ജസ്റ്റ് അവിടെ ക്ലിപ്പ് അമർത്തി പിടിച്ചിട്ട് മുകളിലേക്ക് തള്ളി കഴിഞ്ഞാൽ അവിടെ ലോക്കായി, ഇതേപോലെ ലോക്കായി. ഇനി നമ്മളുടെ പിന്നെന്ത് ചെയ്യുക, ജസ്റ്റ് അതിൽ പ്ലഗ് ചെയ്യുക. പ്ലഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വെച്ചാൽ നല്ലോണം ടൈറ്റ് ആവണം, സ്ക്രൂ നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കണം. ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ജോയ്സ്റ്റിക്ക് ഫോൾട്ടി ആയിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് അത് മുറുക്കി ടൈറ്റ് ചെയ്ത് വെക്കുക. ഈ കാണുന്ന പോലെ തിരിച്ച് മുറുക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇളകാത്ത രൂപത്തിൽ നമുക്കത് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എസ്ലെ ക്ലാസിക് എന്ന വീൽ ചെയറിലേക്ക് മാറി നിൽക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കാനായിട്ട് ഞാൻ അതിൻ്റെ പവർ ഓൺ ചെയ്യാണ്. പവർ ഓൺ ചെയ്തു, സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു വിരൽ മതി, കണ്ടോ, ഒരു വിരൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ സുഖമായിട്ട് ഇങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്കിതിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാം. കണ്ടോ, ഇതിങ്ങനെ ഉണ്ടോ, ഇതേപോലെ ഈ സൈഡിലേക്കാണെങ്കിൽ ഈ സൈഡിലേക്ക് സിമ്പിളായിട്ട് ഇതേപോലെ. അപ്പോൾ നമ്മളിങ്ങനെ ഓടിച്ച് നോക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു എഡ്ജ് ഉണ്ട്, ആ എഡ്ജിലൂടെ ഒന്ന് ഇറങ്ങുകയാണ്. കണ്ടോ, കൈ എടുത്തു കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് ആവും, നമുക്കൊരു പേടിയില്ലാതെ തന്നെ ഓടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ എഡ്ജിൽ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കും, സാധനം എങ്ങോട്ടും ഇറങ്ങിപ്പോവില്ല. കണ്ടോ, ഇതേപോലെ നമുക്ക് ഓടിക്കാം. ഞാനതൊന്ന് റിവേഴ്സ് ഇങ്ങനെ കയറ്റി വെക്കാൻ പോവുകയാണ്. കേട്ടോ, അതേപോലെ തന്നെ അവിടെ റിവേഴ്സ് കയറ്റിയാൽ നമുക്കൊരു പ്രശ്നമില്ലാതെ തന്നെ കയറാൻ പറ്റുന്നുണ്ട്. അതുപോലെ നല്ല മെറ്റലിട്ടിട്ടുള്ളൊരു സ്ഥലമാണിത്, അതിലൂടെയാണ് ഓടിക്കുന്നത്. അപ്പോൾ ചിലർക്ക് ചോദിക്കാറുണ്ട്, മെറ്റലിൽ കൂടെ അത് ഉരുളുമോ, മെറ്റലിട്ട മുറ്റത്ത് ഉരുളുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കനത്തിൽ മെറ്റലുള്ളൊരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഞാനതിലൂടെ ഇങ്ങനെ ഓടിക്കുകയാണ്. സുഖമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രശ്നമില്ലാതെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. കേട്ടോ, അപ്പോൾ ഇതേപോലെ ഏത് പ്രതലത്തിലും അത്യാവശ്യം ഓഫ് റോഡിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വീതിയുള്ള, കുറച്ചൊക്കെ വീതിയുള്ളൊരു വീൽ ചെയറിനാണ് ഈ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ അധിക വീഡിയോയിലുള്ള ലൊക്കേഷൻ തന്നെയാണിത്, നമ്മളെ വീട്ടിലേക്കുള്ള ഈ ചെരുവ്. ഈ ചെരുവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചെരുവാണ്. അപ്പോൾ അതാണ് ഈ ചെരുവ് പ്രത്യേകം ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ റാമ്പിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം ചെരുവുള്ള റാമ്പാണ്. അത്യാവശ്യം നോർമലി വീൽ ചെയറൊക്കെ കയറുമ്പോൾ നമുക്കിങ്ങനെ അത്യാവശ്യം നല്ല ഹൈറ്റിലേക്കുള്ള, അത്യാവശ്യം ഉയരമുണ്ട്, എന്നാൽ അതിനനുസരിച്ച് നീളമില്ലാത്തൊരു ചെരുവാണ്. അപ്പോൾ ഞാൻ എല്ലാ വീൽ ചെയറും ഇവിടെ ഇതിൻ്റെ ഒരു ഡെമോ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ചെരുവിൽ നമ്മളിതൊന്ന് ഉപയോഗിച്ച് നോക്കുകയാണ്. അത്യാവശ്യം സ്റ്റെബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചെരുവിൽ ഇത് കാണിക്കുന്നത്. കണ്ടോ, അത് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ചെരുവിലാണെങ്കിലും കൈ എടുത്തു കഴിഞ്ഞാൽ വീൽ ചെയർ ഇതേപോലെ ബ്രേക്കായിട്ട് നിൽക്കും, മുന്നിലേക്ക് ഉരുണ്ടു പോകത്തില്ല. അപ്പോൾ നമുക്കിങ്ങനെ വരാം, ജസ്റ്റ് ഉണ്ടോ, ഇതേപോലെ ബ്രേക്കായിട്ട് നിൽക്കും. ഇനി ഇതിൻ്റെ സ്റ്റെബിലിറ്റി അറിയാൻ വേണ്ടി എന്താണ്, ഈ ചെരുവുള്ള സ്ഥലത്ത്, ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലമാണല്ലോ, അപ്പോൾ ഈ ചെരുവുള്ള സ്ഥലത്ത് നമുക്കൊന്ന് ഇങ്ങനെ ജസ്റ്റ് കറക്കി നോക്കാം. അപ്പം ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് പ്രതലത്തിലും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. കണ്ടോ, സുഖമായിട്ട് തന്നെ ഒരു പേടിയില്ലാത്ത രൂപത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇനി റോട്ടിലൂടെ ഒന്ന് ഓടിക്കുകയാണ്, ഞാൻ ഫുൾ സ്പീഡിലേക്ക് ആക്കുകയാണ്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ 6 കിലോമീറ്റർ ആണ്. ഇതിൻ്റെ ബാറ്ററി വെച്ചിട്ട് നമുക്കൊരു 15 കിലോമീറ്റർ വരെയൊക്കെ ഓടിക്കാമെന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും ഒരു 10 കിലോമീറ്റർ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ റോട്ടിലൂടെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഇതേപോലെ നമുക്കിങ്ങനെ കണ്ടോ, അത്യാവശ്യം സ്പീഡ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെ പോകാൻ പറ്റും. ഇതേപോലെ കണ്ടോ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം സ്പീഡിൽ ഇതേപോലെ പോകാൻ പറ്റും. കണ്ടോ, സുഖമായിട്ട് തന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അത്യാവശ്യം ഇത് കോൺക്രീറ്റ് ചെയ്ത റോഡാണ് കേട്ടോ. ഈ കോൺക്രീറ്റ് ചെയ്ത റോഡിൽ കൂടെയൊക്കെ സുഖമായിട്ട് പോകാൻ, അതുപോലെ തന്നെ ടാർ ചെയ്ത റോഡിലൂടെ പോകാം. അത്യാവശ്യം കുണ്ടും കുഴിയുള്ള റോഡിലൂടെയൊക്കെ അത് ഓടിക്കാം, പ്രശ്നമൊന്നും ഇല്ലാത്ത രൂപത്തിൽ തന്നെ. കാരണം ഇത് കുറച്ച് വീതി കൂടുതലുള്ള ഒരു വീൽ ചെയറാണ്, അപ്പോൾ അതുകൊണ്ട് മറിയാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. കണ്ടോ, ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇതിന് ഫുൾ സ്പീഡിലാണ് ഓടിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ സ്പീഡ് കുറക്കാം. ഏത് സ്പീഡ് മോഡിലാണെങ്കിലും നമുക്ക് ജോയ്സ്റ്റിക്കിൻ്റെ കൺട്രോളറിൽ ഇതേപോലെ പതിയെ പോകാൻ പറ്റും. ഇതിപ്പോൾ ഏറ്റവും ലോ സ്പീഡിൽ നമ്മൾ 5 മോഡൽ ഇട്ടിട്ട് അതിൻ്റെ ജോയ്സ്റ്റിക് കൺട്രോൾ ചെയ്തിട്ട് പതിയെയാണ് പോകുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് സ്പീഡ് കൂട്ടിയിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം, കുറഞ്ഞിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. കണ്ടോ, അപ്പോൾ ഏകദേശം ഇതാണ് എസ്ലെ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള വീൽ ചെയർ. അത്യാവശ്യം നല്ല രൂപത്തിൽ ഓടിച്ചുകൊണ്ട് പോകാനും അതുപോലെ തന്നെ സിമ്പിളായിട്ട് മടക്കിയിട്ടൊരു ക്യാരി ബാഗ് പോലെ വലിച്ചുകൊണ്ട് പോകാനൊക്കെ പറ്റുന്ന ഒരു മോഡലാണ് എസ്ലെ ഇറക്കിയിട്ടുള്ള ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ.
അപ്പോൾ ഈ കാണുന്നതാണ് എസ്ലെ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള വീൽ ചെയർ. ഏകദേശം 130 കിലോ വെയിറ്റ് കപ്പാസിറ്റി ഇതിനുണ്ട്. വീൽ ചെയറിന് ടോട്ടൽ വെയിറ്റ് ഒരു 28 kg ആണ് ബാറ്ററി അടക്കം വരിക. നമുക്ക് സിമ്പിളായിട്ട് ഒരാൾക്ക് തൂക്കി പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വെയിറ്റ് ആണ് വരുന്നത്. എയർക്രാഫ്റ്റ് അലുമിനിയിലാണ് ഇതിൻ്റെ ഫ്രെയിം വന്നിട്ടുള്ളത്. വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീൽ ചെയറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരും. അതുപോലെ ഈ വീൽ ചെയർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് ഡെലിവറി തരുന്നതാണ്. 1 വർഷത്തെ വാറണ്ടി ഓൺസൈറ്റ് സർവീസ് ഇതിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഫ്രീഡം ലൈഫിലൂടെ വാങ്ങിക്കുകയാണെങ്കിൽ ലൈഫ് ടൈം സപ്പോർട്ടും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീൽ ചെയർ ആവശ്യമുള്ള ആളുകളൊക്കെ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.